എല്ലാവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ അധ്യക്ഷൻ എനിക്കേറെ പ്രിയങ്കരനായിട്ടുള്ള അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് അദ്ദേഹം പറയുമെങ്കിലും വളരെ മനോഹരമായി ഗംഭീരമായി ഇപ്പോൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അഭിനയത്തിൻ്റെ പ്രകടനങ്ങൾ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദിനേശ് ചേട്ടൻ, ഞാൻ കൂടി അംഗമായിട്ടുള്ള സംഘടനയുടെ ആത്മയുടെ സാരഥിയാണ്. വളരെ ഗംഭീരമായിട്ടാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ നിർമ്മാതാവ്, നടൻ, വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം സിനിമയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിനായിട്ടുള്ള ശ്രീ ദിനേശ് പണിക്കർ, ഇവിടെ സത്യമാഷിൻ്റെ പ്രിയ പുത്രന്മാർ സതീഷ് ഏട്ടനും ജീവൻ സത്യൻ, എനിക്കേറെ പ്രിയപ്പെട്ട ജീവൻ ചേട്ടൻ, രാഘവ മാസ്റ്ററിൻ്റെ ആ സംഗീത സബരിയുടെ വർത്തമാനകാലത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിഭ പ്രിയപ്പെട്ട ശ്രീ കനകാംബരൻ ചേട്ടൻ, ഗിരിജ ടീച്ചറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാനുമായിട്ട് വളരെ ആത്മബന്ധമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ടീച്ചർ. ബാലുചേട്ടൻ എൻ്റെ ഒരു ഗുരു തുല്യനായ വ്യക്തിത്വമാണ്. ശ്രീ വിനീ കുര്യത്തൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗിരിജ ടീച്ചർ, ശ്രീ മണക്കാട് ഗോപനെ കുറിച്ച് പറയേണ്ടതില്ല. തിരുവനന്തപുരത്തുകാരോട് പ്രിയപ്പെട്ട സംഗീതത്തിൻ്റെ മർമ്മം അറിയുന്ന ഗായകൻ. സദസ്സിലെ പ്രിയപ്പെട്ട ശ്രീ നമ്മുടെ രാമചന്ദ്രൻ മണക്കാട് ഉണ്ട്, ശ്രീ വിനീ കുര്യത്തുണ്ട്. ഒരുപാട് വലിയ ആൾക്കാർക്ക് വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യം, മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിൻ്റെ ഒരു പ്രതിമ സ്വന്തമായി നിർമ്മിച്ച് സ്ഥാപിച്ച ശ്രീമതി സോന നായർ തൊട്ട് ബാക്കിലുണ്ട്. എനിക്ക് വളരെ പരിചിതമായ ഒരുപാട് സാന്നിധ്യങ്ങൾ ഞാൻ കാണുന്നു. പുറത്ത് ഒരു ഗംഭീര മഴയുടെ ആരവം ഉള്ളതുകൊണ്ടാകാം അകത്ത് ആരവത്തിന് ഒരല്പം കുറവ് എന്ന് ഞാൻ കരുതുകയാണ്. പ്രിയപ്പെട്ട ശ്രീ ആൽബർട്ട് അലക്സ് അത് വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു ഇടിവെട്ട് പ്രസംഗം, അത് ദിനേശ് ഏട്ടൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് അവരൊക്കെ എന്നോടുള്ളൊരു ഇഷ്ടവും സ്നേഹവും കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളത് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരാൾ സംസാരിക്കാൻ വരുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ ഒരു ഇടിവെട്ടെന്നൊക്കെ പറഞ്ഞ് ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വലിയ സംഭവമൊക്കെ പ്രതീക്ഷിക്കും. അതൊരു വലിയ പാരയാണ്. ഇവർ രണ്ടുപേരും ആ അർത്ഥത്തിൽ എനിക്ക് പാര വെച്ചതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ശരി, ഇവിടെ എന്നെ വിശേഷിപ്പിച്ചത് മുൻ ചെയർമാൻ ചലച്ചിത്ര അക്കാദമി. ഞാൻ ഈ വൈസ് ചെയർമാനായിട്ട് ചുമതലയേൽക്കുമ്പോഴും ചെയർമാനായിട്ട് കുറച്ചു കാലം അതിൻ്റെ ഒരു ചുമതലയിലായിരിക്കുമ്പോഴും ഞാനൊരിക്കലും ആ പദവികളിൽ അഭിരമിക്കാത്ത ഒരാളാണ്. ഞാനെപ്പോഴും പറയാറുള്ളത് ഞാനൊരു നടൻ ആണ് എന്നാണ്, ഒരു കലാകാരനാണ് എന്നാണ്. അതിന് കാരണം ഈ പദവികളൊക്കെ താൽക്കാലികമാണ്. അത് ഏത് പദവിയായാലും ഔദ്യോഗികമായ അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോൾ പിന്നെ മുൻ എന്ന ഒരു വിശേഷണമുണ്ടാകും. അതിപ്പോൾ ഉപരാഷ്ട്രപതിയായാലും രാഷ്ട്രപതിയായാലും മന്ത്രിമാരായാലും DGP ആയാലും എല്ലാം ചീഫ് ജസ്റ്റിസ് ആയാലും കഴിയുമ്പോൾ കാലാവധി കഴിയുമ്പോൾ മുൻ രാഷ്ട്രപതി, മുൻ മന്ത്രി, മുൻ ചീഫ് ജസ്റ്റിസ്, മുൻ DGP എല്ലാത്തിനും അങ്ങനെയാണ്. പക്ഷെ കലാകാരൻ ഒരിക്കൽ കലാകാരനെ അടയാളപ്പെടുത്തിയാൽ, ഒരു എഴുത്തുകാരൻ, ഒരു സംഗീതജ്ഞൻ, ഒരു സംവിധായകൻ, ഒരു തിരക്കഥാകൃത്ത്, ഒരു നടൻ, ഒരിക്കൽ അയാൾ അതാണ് എന്ന് അടയാളപ്പെടുത്തിയാൽ മരിക്കുന്നത് വരെ മുൻ എന്ന വിശേഷണം അയാൾക്കുണ്ടാവില്ല. നടൻ മരിച്ചു കഴിഞ്ഞാലും മുൻ നടൻ എന്നാരും പറയില്ല, മുൻ എഴുത്തുകാരൻ എന്നാരും പറയില്ല, മുൻ സംവിധായകൻ എന്ന് പറയില്ല. സംവിധായകനാണ്, നടനാണ്, എഴുത്തുകാരനാണ്. അത് കലാകാരന് മാത്രം കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജാണ്. അതിൽ അഭിരമിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ നടനാണ്, കലാകാരനാണ്, അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യമാഷിനെ കുറിച്ച് ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ ദിനേശ് ഏട്ടൻ അതിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും ഇവിടെ സംസാരിച്ചു. ഇനി എന്ത് പറയണം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ വിസ്മയം, അതാണ് സത്യമാഷ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. നമുക്ക് ഒരുപാട് നടന്മാരും മഹാനടന്മാരും എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രതിഭകളുണ്ട്.
പക്ഷെ സത്യം മാഷ് ഇന്നും നമ്മൾ പറയുന്ന ആ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു വലിയ വലിയ വിശേഷങ്ങളുണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇന്നും അഭിനയം അതിനൊരു റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന സത്യം മാഷിൻ്റെ ചില അഭിനയ മുഹൂർത്തങ്ങളാണ്. 50 വർഷങ്ങൾക്ക് ഇപ്പുറവും സത്യം മാഷിനെ നമ്മൾ ഓർക്കുമ്പോൾ ഇത് ഓർമ്മകളുടെ കൂടി ഏറ്റവും അനർഹമായ നിമിഷങ്ങളാണ്. ഒരു മഹാപ്രതിഭയെ ഈ വർത്തമാനകാലത്ത് ഇന്ന് നമ്മൾ ഓർക്കുന്നു. പലപ്പോഴും മലയാളികൾ ഈ ഓർക്കേണ്ടത് പലതും ഓർക്കാതിരിക്കുകയും ഓർക്കരുതാത്തതുകൾ മാത്രം ഓർത്തും ജീവിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു വലിയ കലാകാരനെ, വലിയ പ്രതിഭയെ നമ്മൾ ഓർക്കുകയാണ്. അതിന് സത്യൻ ഫൗണ്ടേഷനെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് നമുക്ക് പലപ്പോഴും കൈമോശം വന്നു പോകുന്ന ഒരു നല്ല ശീലമാണ്. ഓർക്കേണ്ടതിനെ ഓർക്കുക, ആദരിക്കേണ്ടതിനെ ആദരിക്കുക. ഇവിടെ സത്യം മാഷിനെ ആ കാലത്തെ മലയാള സിനിമയെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ശ്രീ കനകാംബരൻ ചേട്ടൻ്റെ സാന്നിധ്യം, രാഘവൻ മാഷ് എന്ന് പറയുന്ന ഒരു മഹാസംഗീത വിസ്മയത്തെ നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന നിമിഷം കൂടിയാണ്. സത്യമാഷിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അഭിനയത്തിൻ്റെ അപാരമായ വിസ്മയമെന്ന് സത്യൻ മാഷിനെ വെറുതെ വിശേഷിപ്പിച്ചാൽ പോരാ. അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ഒരു നടന് ഏറ്റവും വേണ്ടത് നിരീക്ഷണ പാഠവുമാണ്, ഒബ്സർവേഷൻ. ഒപ്പം അപാരമായ വായനയുടെ അനുഭവം, ജീവിതത്തിൽ നിന്ന് ആർജിക്കുന്ന അനുഭവം, ഇതെല്ലാം ഒരു കഥാപാത്രത്തിൻ്റെ ആവിഷ്കരണത്തിന് ശക്തി പകരുന്നതാണ്. സത്യമാഷ് ജീവിതത്തിൽ കെട്ടിയാടിയ വേഷങ്ങൾ, അദ്ദേഹം ഒരു നാടക നടനായിരുന്നു. തിരുവനന്തപുരത്ത് പ്രധാന അന്നത്തെ നാടക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. അദ്ദേഹം സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഒരു അധ്യാപകനായിരുന്നു. സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു, പട്ടാള മേധാവിയായിരുന്നു. പട്ടാളത്തിൽ തികഞ്ഞ ഒരു ആയോധന കലകളുടെ ഒരു അഭ്യാസിയായിരുന്നു. പരന്ന വായനയും ജീവിത നിരീക്ഷണവും ഒക്കെ അതിലൂടെയൊക്കെ അനുഭവബലത്തിൽ ആർജിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാവങ്ങളിലേക്ക് കടന്നു ചെന്ന്, മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളിലേക്ക് കടന്നു ചെന്ന്, അത് സൂക്ഷ്മഭാവങ്ങളിലൂടെ മുഖത്തെ പേശികളുടെ ചലനങ്ങളിൽ, കണ്ണുകളുടെ ചെറിയ ചലനങ്ങളിൽ, ശരീരഭാഷയിൽ, നിൽപ്പിൽ, നടപ്പിൽ, നോട്ടത്തിൽ, നിശബ്ദതകളിൽ, ശബ്ദത്തിൻ്റെ അനന്തമായ മോഡുലേഷൻ്റെ സാധ്യതകളിൽ ഒക്കെ ഒരു നടനത്തിൻ്റെ മഹാവിസ്മയം സൃഷ്ടിച്ച മഹാപ്രതിഭ. ഈ നിശബ്ദതകൾക്ക് പോലും വലിയ അർത്ഥതലങ്ങളുണ്ട് എന്ന് മലയാളിയെ അനുഭവിപ്പിച്ചത് സത്യം മാഷാണ്. അദ്ദേഹത്തിന് ചില സംഭാഷണങ്ങളൊന്നുമില്ലാത്ത ചില നോട്ടങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ മൂളൽ, ഒരു ദീർഘനിശ്വാസം, ഇതിലൂടെയൊക്കെ എത്രയെത്ര വികാരതലങ്ങളാണ് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ. നമ്മൾ ഓർക്കണം, സത്യം മാഷിൻ്റെ അഭിനയം എന്ന് പറയുന്ന അയത്ന ലളിതമെന്നും വളരെ സ്വാഭാവികമെന്നും മാത്രം പറഞ്ഞപ്പോൾ അതിസ്വാഭാവികം. അതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളിലെയും നമ്മളെ വല്ലാതെ, അതും നാടകത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനമുണ്ടായിരുന്ന ഒരു മലയാള സിനിമയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ, അന്ന് നമ്മുടെ സാങ്കേതിക വിദ്യയൊന്നും ഇത്രയേറെ വളർന്നിട്ടില്ലാത്ത ഒരു മലയാള സിനിമയുടെ ശൈശവ കാലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നോർക്കണം. അന്ന് ഈ നാടകത്തിൻ്റെ സ്വാധീനമാണ് അഭിനയത്തിൽ. അതൊരു നാടകീയതയും ഒരല്പം അതിഭാവുകത്വവും കൃത്രിമത്വവും ഒക്കെ കടന്നു വന്നിരുന്ന ഒരു കാലത്ത് തികഞ്ഞ സ്വാഭാവികതയോടുകൂടി ഓരോ കഥാപാത്രത്തെയും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു പറയാനുണ്ട്. അദ്ദേഹം ചെമ്മീനിലെ കഥാപാത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പളനിയായിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ടല്ലോ, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന ഒരു മഹാനടനുമൊത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു കടലിൽ വള്ളം തുഴഞ്ഞിങ്ങനെ വരുന്ന ഒരു സീനുണ്ട്. കൊട്ടാരക്കരയെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി, എന്തൊരു ഊർജമാണത്. ആ ഒരു അഭിനയത്തിൻ്റെ, നമ്മളെയൊക്കെ വല്ലാതെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന അഭിനയത്തിൻ്റെ അപാരമായ വിസ്മയം. ഞാൻ കേട്ടിട്ടുള്ളത് ആ ഒരു സീൻ, ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് കടലിലെ രംഗമായിട്ട് കാണിക്കുന്നത്, പക്ഷെ കടലിലല്ല, ഏതോ ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു വെള്ളത്തിൻ്റെ ഇത് സൃഷ്ടിച്ച് അവിടെയാണ്. പക്ഷെ ആ എക്സ്പ്രഷനിലൂടെ PTP നഗർ കടലിൻ്റെ അഗാധതകളിൽ ഇങ്ങനെ വെള്ളം തുഴയുന്ന ഒരു മീൻപിടുത്തക്കാരൻ്റെ ആ ഒരു ഭാവം, അതാണ് അഭിനയം എന്ന് പറയുന്നത്. അത് എല്ലാ നടന്മാർക്കും സാധ്യമാകുന്ന ഒരു കാര്യമില്ല. അവിടെ ഈ കടലിൻ്റെ ഒരു പ്രതീതി മനസ്സിൽ ആവാഹിച്ചുകൊണ്ട്
കടലിൻ്റെ ആ എല്ലാ ഒരു തിരയും തിരമാലകളുടെ ആ കരുത്തും എല്ലാം ഇങ്ങനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെയാണ് ഈ വള്ളം തൊഴുകുന്നത്. അതൊരു അതാണ് സിനിമ. സിനിമ യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കലാണ്, മേക്ക് ബിലീഫ്, വിശ്വാസ്യത ജനിപ്പിക്കലാണ്. അതാണ് സിനിമ. അവിടെ യാഥാർത്ഥ്യമല്ല, അത് യഥാർത്ഥമാണ് എന്ന്, തികഞ്ഞ യഥാർത്ഥമാണ് എന്ന് തോന്നും. അതുകൊണ്ട് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകൻ ഈ സ്ക്രീനിൽ കാണുന്ന നടീനടന്മാരുടെ ഭാവങ്ങൾക്കനുസരിച്ച് സഞ്ചരിക്കുകയും അതുമായി താതാത്മ്യം പ്രാപിക്കുകയും നടൻ ചിരിക്കുമ്പോൾ അഭിനേതാവ് കരയുമ്പോൾ കൂടെ കരയുകയും കൂടെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു സാത്മീഭാവം, ഒരു തന്മയീഭാവം അവനിൽ ഉണ്ടാകുന്നത് ആ ഒരു അപാരമായ ഒരു കഴിവ് കൊണ്ടാണ്. അതാണ് പ്രതിഭ. അത് തോന്നിപ്പിക്കലാണ്, അത് വിശ്വസിപ്പിക്കലാണ്, യഥാർത്ഥമാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. അതിനോടൊപ്പം നമ്മൾ ആ വൈകാര പ്രപഞ്ചത്തോടൊപ്പം നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും. അതാണ് അഭിനയം. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു സീൻ, എത്രയോ സീനുകൾ പറയാനുണ്ട്. ആ കള്ളുഷാപ്പിൽ മദ്യപിക്കുന്ന സീനൊക്കെ നിരന്തരം ഒരു തൊഴിലാളി എങ്ങനെയാണ് ഒരു കള്ളുഷാപ്പിൽ ഇരുന്ന് മദ്യപിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ആലേഖനമാണ് ആ സീൻ. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മകൾ മരിച്ചത് അറിഞ്ഞിട്ട് ആ അരികിൽ ജയിലിൽ നിന്ന് വരുന്ന ഒരു തൊഴിലാളി നേതാവ് ചെല്ലപ്പൻ ഇങ്ങനെ നടന്നു വന്നിട്ട് ആ കുഴിമാടത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സീനുണ്ട്. മകളുടെ ആ സ്മരണകളിൽ അതിങ്ങനെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഇങ്ങനെ ഇരമ്പുന്ന ആ സ്നേഹവും വാത്സല്യവും. മകളാണ് ഏറ്റവും പ്രിയപ്പെട്ടൊരു മകനുണ്ട്, പക്ഷേ മകനെക്കുറിച്ചൊരു സംശയമുണ്ട് പുള്ളിയുടെ ഉള്ളിൽ. ഇതെല്ലാം ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു സീൻ. സേതുമാധവൻ സാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു നടൻ്റെ മുഖത്തൊരു ക്യാമറ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നൂല. അതാണ് സത്യമാഷിൻ്റെ അഭിനയം. ഓരോ നിമിഷത്തിൻ്റെ ദശാംശങ്ങളിലും ഇങ്ങനെ രസഭാവങ്ങൾ മിന്നിമറയുന്ന മുഖം, അതിൽ ഓരോ പേശികളുടെയും ചലനങ്ങൾ, കണ്ണുകളുടെ വിസ്മയമായ ചലനങ്ങൾ, ഇതെല്ലാം സംവിധായകനെ താൻ വിചാരിച്ചതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമായ ഒരു പ്രതിഭയുടെ തിളക്കം കൊണ്ട് ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന ആ ഷോട്ടൊക്കെ ഇങ്ങനെ വച്ചിരിക്കുക. ഒരു സ്റ്റാറ്റിക് ഫ്രെയിമിൽ, ഒരു സ്റ്റാറ്റിക് ഷോട്ടാണ്. ഇന്നിപ്പോൾ ക്യാമറയുടെയൊക്കെ ഒരുപാട് വിസ്മയങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാലത്താണ്. സാങ്കേതിക വിദ്യകൾ, ഗ്രാഫിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്ന എത്രയെത്ര സാധ്യതകൾ ഇന്നുണ്ട്. അതൊന്നുമില്ലാതിരുന്നപ്പോൾ നടൻ്റെ അഭിനയത്തിൻ്റെ അപാരമായ വിസ്മയം മാത്രം പകർത്തിക്കൊണ്ടാണ് നമ്മുടെ പല സിനിമകൾ വന്ന സത്യമാഷിൻ്റെയൊക്കെ നമ്മുടെ തിയേറ്ററുകളിൽ തീവ്രമായ സിനിമ അനുഭവങ്ങളാക്കി മാറ്റിയത്. ഇങ്ങനെ എത്രയെത്ര സീനുകളെ കുറിച്ച് പറയാനുണ്ടാകും. സത്യമാഷിൻ്റെ ആ ഓടയിൽ നിന്നിൽ ഈ വൃക്ഷാക്കാരുടെ ജീവിതം, അത് സത്യമാഷ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം അവരുടെ ജീവിതം പലപ്പോഴും അവരറിയാതെ പോയി നിന്നത് നിരീക്ഷിച്ച് അവരുടെ ഓരോ ശരീരഭാഷയും ചലനങ്ങളും അവരുടെ ആംഗികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ രീതികളെല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് അത് പഠിച്ചിട്ടാണ്. അങ്ങനെയാണ് ആ ഓട്ടോയ്ക്ക് ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയെടുത്ത് ഇങ്ങനെ ഓടിപ്പോകുന്ന. അതൊരു യാഥാർത്ഥ്യം ഇങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമില്ല. ഇപ്പോൾ ദിനേശ് ഏട്ടാ അത് പറഞ്ഞില്ല, ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഇത്രയും മനുഷ്യർ നോക്കി നിൽക്കുമ്പോൾ, ഷൂട്ട് ചെയ്യുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തനിയെ നിന്ന് ഒരു വിലക്കുകളുമില്ലാതെ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സർഗപ്രതിഭയുടെ ഇങ്ങനെ ഒഴുക്കാണ്. അത് എല്ലാ നടീനടന്മാർക്കും കഴിയുന്നൊരു കാര്യമില്ല. എല്ലാവർക്കും അഭിനയിക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഈ ഒരു സ്വാഭാവികതയുടെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് ആഴത്തിൽ ഇങ്ങനെ ഊളിയിട്ട് ചെന്ന് അതൊരു അനുഭവമാക്കി മാറ്റാം. അത് അപാരമായ ഒരു പ്രതിഭ, അപൂർവമായ ഒരു പ്രതിഭ. അതാണ് സത്യമാഷിനെ ഇന്നും വ്യത്യസ്തനാക്കി നിർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രം, ഇപ്പോൾ വടക്കൻ പാട്ടുകളിൽ അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹം തമാശ റോളുകളിൽ പലതും. ഞാൻ അടുത്ത കാലത്ത് ചില അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെയും കണ്ടു. തമാശ, ശുദ്ധമായ ഹാസ്യം അദ്ദേഹം അഭിനയിച്ചു കാണും. ഇത്രയും ഗംഭീരമായ റോളുകളൊക്കെ ചെയ്യുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട്. വടക്കൻ പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബാലാട്ട് കോമനോ തച്ചോളിയോ തന്നെ ഏതൊരു സിനിമയിലാണ് അദ്ദേഹം ഒരു ആനപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. നമ്മൾ സാധാരണ ഈ ആനപ്പുറത്ത് ഒരു നടൻ വരുമ്പോൾ ഈ നടനെ ആന കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് തോന്നും, അയാൾ ആനപ്പുറത്തിരിക്കുക. പക്ഷെ സത്യമാഷ ആനപ്പുറത്ത് ഒരു വടക്കൻ പാട്ടിലെ ഒരു ശേഖപരായിട്ട് ഇങ്ങനെ ഇരുന്ന് വരുമ്പോൾ ഈ ആനയുടെ പൂർണ്ണമായ നിയന്ത്രണം തൻ്റെ കൈകളിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരഭാഷയിൽ അതൊരു അപാരമായ ഒരു സൗന്ദര്യമാണ്. ഈ ആനയെ പൂർണ്ണമായും നിയന്ത്രിച്ച് ആ കഥാപാത്രം ഇങ്ങനെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് അഭിനയം. അല്ല, ആന ഈ മനുഷ്യനെ കൊണ്ടുപോകും. ഒരു കാഴ്ചയിൽ വളരെ ഒരു ചെറിയ മനുഷ്യനാണ് അദ്ദേഹം.
പക്ഷെ അദ്ദേഹം അതൊരു അപാരമായ ഒരു പ്രസൻസാണ്, ഒരു ഊർജമാണ്. അതിങ്ങനെ പ്രസരിപ്പിക്കുകയും അത് നമ്മെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു രസതന്ത്രം, അഭിനയത്തിൻ്റെ ഒരു വലിയ രസതന്ത്രം അത്. അങ്ങനെയൊക്കെയാണ് ആ നടനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇന്നും നമുക്കൊരു മായാത്ത ഒരു സ്ഥാനം നമ്മൾ നൽകുന്നത്. മലയാളികൾ മാത്രമല്ല, അദ്ദേഹത്തെ കാണുന്ന ഒരുപാട് വിദേശ സംവിധായകരൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ട് ഈ മനുഷ്യൻ ശരിക്കും നടനാണോ, യഥാർത്ഥത്തിൽ ആ മനുഷ്യനാണോ, ആ കഥാപാത്രമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ചെമ്മീനൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഒരു മീൻപിടുത്തക്കാരൻ തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓടയിൽ നിന്ന് കണ്ടിട്ട് ഇദ്ദേഹം ഈ ഭിക്ഷാകാരനാണ്. അതാണ് ആ ഒരു പരകായ പ്രവേശനം എന്നാണ് അഭിനയത്തെക്കുറിച്ച് ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പരകായ പ്രവേശമല്ല. പരകായ പ്രവേശം എന്ന് പറയുമ്പോൾ നടൻ ആ കഥാപാത്രത്തിൻ്റെ ശാരീരികമായ അവസ്ഥകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പ്രവേശം. ഇത് അതിലൊക്കെ അപ്പുറം ഒരു അല്പം കൂടി കടത്തി പറയേണ്ടിയുണ്ട്. സത്യമാഷിൻ്റെ അഭിനയം അത് പരചിത്ത പ്രവേശമാണ്. അത് എൻ്റെ ഒരു നിരീക്ഷണമാണ്. അതേ കഥാപാത്രത്തിൻ്റെ ശരീരം മാത്രമല്ല ആവാഹിക്കുന്നത്, പക്ഷേ കഥാപാത്രത്തിൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മഭാവങ്ങളിലേക്ക് കടന്നു ചെന്ന് മനസ്സിൻ്റെ സങ്കീർണതകളെ ആഴത്തിൽ അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ പോലും ഒരു നിരീക്ഷണ പാഠവത്തോടെ മാനസിക സംഘർഷങ്ങൾ അറിഞ്ഞ് ഉൾക്കൊണ്ട് അങ്ങനെ അത് തൻ്റെ ശരീരത്തിലൂടെ, ഭാവങ്ങളിലൂടെ, നിൽപ്പിലൂടെ, നടപ്പിലൂടെ, നോട്ടത്തിലൂടെ, ശബ്ദത്തിൻ്റെ മോഡുലേഷനുകളുടെ വൈവിധ്യങ്ങളിലൂടെ ഒക്കെ അങ്ങനെയാണ് ഒരു മഹാനടൻ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സത്യമാഷ് അർഹനാകുന്നത്. ഇന്ന് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സാങ്കേതികതയുടെയും പിൻബലമില്ലാതെ അഭിനയത്തിൻ്റെ അപാര സാധ്യതകൾ അത് ആണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ. ഞാൻ ദീർഘമായി ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അന്നത്തെ ഏറ്റവും രക്തപ്രതിഷ്ഠരായ എഴുത്തുകാരുടെ കഥാപാത്രങ്ങളാണല്ലോ സത്യമാഷിന് ലഭിച്ചത്. ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട തകഴിയെപ്പോലെ ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പ്രധാനപ്പെട്ട കൃതികളിൽ പ്രധാന നടൻ, അവർക്ക് മറ്റൊരു ഓപ്ഷൻ ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അത് എത്രയോ പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തങ്ങളൊക്കെ വിചാരിക്കുന്ന ഭാവനയിൽ തങ്ങൾ സൃഷ്ടിക്കുന്ന കഥാപാത്രത്തെ അതിന് ജീവൻ നൽകി, ജീവനും ശബ്ദവും മനസ്സും എല്ലാം നൽകി അതിനെ മൂർത്തവൽക്കരിക്കുന്ന സത്യമാഷിൻ്റെ അവരൊക്കെ വിചാരിച്ചതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്തേക്ക്, അത്രയും ഒരു റേഞ്ചിലേക്ക് ഉയരുന്ന ഒരു കഥാപാത്ര സൃഷ്ടി അത് സത്യമാഷിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ്. നമുക്ക് പിൽക്കാലത്തിൽ എത്രയോ മഹാനടന്മാർ നമുക്കുണ്ട്. തീർച്ചയായും വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മഹാനടന്മാരുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു വർത്തമാനകാലത്താണ്, പുതിയ കാലത്താണ്, സിനിമയുടെ ഒരുപാട് സാങ്കേതികതകൾ മാറിയ കാലത്താണ്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്ത് ഇത്രയും വലിയ അത്ഭുതം അദ്ദേഹം ഇന്നായിരുന്നെങ്കിൽ ഇതിലൊക്കെ എത്രയോ അപ്പുറമായ മഹാവിസ്മയങ്ങൾക്ക് അദ്ദേഹത്തിന് സാധ്യമാകുമായിരുന്നു. അതാണ് നമ്മളെ അത്ഭുതപൂർവ്വം ആ വ്യക്തിത്വത്തെ, ആ പ്രതിഭയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്, അത് ഓർക്കാൻ ഇടവരുത്തുന്നത്. ഒന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. തികഞ്ഞ ഒരു ധിക്കാരിയും തൻ്റെടിയും എന്തും മുഖത്ത് നോക്കി കൃത്യമായി പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സത്യമാഷിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല, ഏറ്റവും ഒരു ഹൃദയ ദ്രവീകരണം എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ഒരു വളരെ ആർദ്രമായ മനസ്സുള്ള ഒരു പിതാവിൻ്റെ റോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്വന്തം കുടുംബത്തിൽ. നമ്മൾ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ സിനിമയിലെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അന്ന് താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ തൻ്റെ ഏതെങ്കിലും ഒരു സഹപ്രവർത്തകയോട് ഏതെങ്കിലും ഒരാൾ ഒരല്പം അപമര്യാദയായി പെരുമാറിയാൽ, സത്യമാഷുള്ള സെറ്റിൽ ആരും അങ്ങനെ പെരുമാറില്ല, പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒന്നുണ്ടായതായിട്ട് അദ്ദേഹം അറിഞ്ഞാൽ അപ്പോൾ ഇടപെടും. ഷീലാമ്മയൊക്കെ പറഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. ഏതോ ഒരു സെറ്റിൽ ആരോ ഒരു മോശം കമന്റ് പറഞ്ഞു, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ആവർത്തിച്ചു. അത് സത്യമാഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നിമിഷം അവനെ അവിടുന്ന് ആ സാമൂഹ്യ വിരുദ്ധനെ ആ പൊതുജനത്തിന്റെ മധ്യത്തിൽ വെച്ച് കൈകാര്യം ചെയ്ത സത്യമാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊരു വലിയ സംരക്ഷണമാണ്. താൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തികഞ്ഞ ജാഗ്രത, അതൊക്കെ ഇന്ന് ഇങ്ങനെയും ചില വ്യക്തിത്വങ്ങൾ മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ വളരെ അഭിമാനത്തോടെ ഓർക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു മലയാള സിനിമയിൽ. തികഞ്ഞ ആദരവോടുകൂടി ആ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ
സത്യൻ മാഷ് എന്ന് പറയുന്ന മഹാകലാകാരൻ്റെ മഹാവ്യക്തിത്വത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ശിരസ് നമിച്ചുകൊണ്ട് ഈ ജന്മദിന ആഘോഷ പരിപാടി ഏറ്റവും വിനയപൂർവ്വം ഔപചാരികമായി അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് വളരെ വിനയപുരസ്സരം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.